ഞങ്ങളുടെ പാട്ടായിട്ട് ഞങ്ങൾ കരുതിയിരുന്നത് പുഷ്പം മാത്രം പൂങ്കിലയിൽ നിർത്താം ഞാൻ പറഞ്ഞിട്ടുള്ള പാട്ട്. 6 വർഷം സന്തോഷത്തോടു കൂടിയാണോ വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല. അതെല്ലാം വന്ന് ഷെയർ ചെയ്യുമായിരുന്നു. ഷെയർ ചെയ്യല്ലേ, എൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? ഫസ്റ്റ് സൈറ്റ് ഒന്നുമല്ല. അല്ല, ആരാ പ്രപ്പോസ് ചെയ്തേ? നമസ്കാരം. മലയാളികൾ ഏറെ കൗതുകത്തോടെയും ഇഷ്ടത്തോടെയും ഒക്കെ ഉറ്റുനോക്കുന്ന ആ ഒരു കുടുംബത്തിന്റെ ഓണവിശേഷങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ. കൂടുതൽ മുഖവുരകൾ ആവശ്യമില്ല. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ഡോക്ടർ വി വേണുവുമാണ് നമുക്കൊപ്പം ഉള്ളത്. രണ്ടുപേർക്കും ഓണാശംസകൾ. ആ ബാറ്റൺ അങ്ങനെ കൈമാറിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി പദം ഒരു കൗതുകകരമായ, വളരെ രസകരമായ ഒരു തുടർച്ചയാണ്. അപൂർവതയുണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു തുടർച്ച. ആ തുടർച്ചയെ നിങ്ങൾ രണ്ടാളും എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളുടെ ഇടയിൽ ഇതൊരു യാദൃശ്ചികത മാത്രമാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു ബാച്ചിലുള്ള ആൾക്കാരാണ്. അപ്പൊ പ്രായം കൊണ്ടൊരു അല്പം മുന്നിൽ ഞാനാണ്. അതുകൊണ്ട് ആദ്യത്തെ ഊഴം എനിക്ക് കിട്ടി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരു കണക്കിന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു പോസ്റ്റിലേക്ക് വരേണ്ടവരല്ല. കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഞങ്ങളെക്കാൾ സീനിയറായ ആൾക്കാരുണ്ട്. അവരാണ് ചീഫ് സെക്രട്ടറി ആകേണ്ടിയിരുന്നത്. അവർ കേന്ദ്രത്തിലേക്ക് പോയത് കൊണ്ട് ഞങ്ങളുടെ ഒരു അവസരം കിട്ടിയതാണ്. ശാരദയ്ക്ക് കൈമാറുമ്പോൾ എനിക്കുള്ളൊരു ഉറപ്പ് എന്നേക്കാൾ നല്ല ഒരു ചീഫ് സെക്രട്ടറിയെ സംസ്ഥാനത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു തുടർച്ച ഉണ്ടാവുന്ന എപ്പോഴേലും പറഞ്ഞിരുന്നോ നിങ്ങൾ പരസ്പരം? നേരത്തെ ഒന്നും അങ്ങനത്തെ ഒരു ധാരണയുണ്ടായിരുന്നില്ല. വേണു പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീഴും എന്നുള്ളത് ഒരിക്കലും തോന്നിയിരുന്നില്ല. പക്ഷേ ഈ അടുക്കും തോറും മനസ്സിലായി. കാരണം നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഡൽഹി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവശേഷിക്കുന്ന സീനിയേഴ്സ് നമ്മളാണ് എന്നറിയുമ്പോൾ നാച്ചുറലി ആ ചർച്ച ഉണ്ടാകുമല്ലോ. പഴയ ചീഫ് സെക്രട്ടറിയിൽ നിന്ന് കോപ്പി ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? കോപ്പി ചെയ്യാനായിട്ട് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ എല്ലാവരും താരതമ്യപ്പെടുത്തുന്നത് സാറിൻ്റെ എത്ര കണിശമായിട്ടാണ് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര രസമാണ്. മാഡം ആണെങ്കിൽ 1 മണിക്കൂറോളം എടുക്കേണ്ടുന്ന മീറ്റിംഗ് 5 മണിക്കൂർ നീട്ടിക്കളയും. സാറിനാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ മീറ്റിംഗ് 20 മിനിറ്റ് കൊണ്ട് തീർക്കും. അപ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങളുടെ സ്റ്റൈൽസിലുള്ള വ്യത്യാസം. പിന്നെ അദ്ദേഹം ഓഫീസിന് വളരെ ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ള രീതിയിൽ വളരെ ഒരു ഹോംലി ആയിട്ട്, ലിബറലാണ് കുറച്ചുകൂടി വളരെ. അപ്പോൾ ഓഫീസിനൊരു ബ്യൂറോക്രസിയുടെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, ആ സ്റ്റിഫ്നെസ്സിനൊക്കെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു ഓഫീസാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അപ്പോൾ അത് തുടർന്നു കൊണ്ട് പോകേണ്ടത് ഒരു ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട്. പിന്നെ മൂന്നാമത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും അത് സമയബന്ധിതമായിട്ട് തന്നെ തീർക്കുന്ന ഒരു പരിഹാരം കാണാനും ഇടപെടാനുമായിട്ടുള്ള ഒരു നല്ലൊരു രീതിയിലുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. മിനിസ്റ്റേഴ്സ് ആയാലും രാഷ്ട്രീയ നേതാക്കളായാലും എല്ലാവരെയും തന്നെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. അപ്പോൾ കുറേ അധികം കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ. വലിയ ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ് അത് തന്നെ, അല്ലേ? കൂളാണ്. അതാണ് പ്രധാനമായും കോപ്പി ചെയ്യാനുള്ളത് എന്ന് തോന്നുന്നു. ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ഞാൻ എന്റെ അഡ്വൈസറായി എന്തായാലും ശമ്പളമില്ലാതെ വീട്ടിൽ ചീഫ് അഡ്വൈസർ ആയിരിക്കും, ചീഫ് സെക്രട്ടറിയുടെ ചീഫ് അഡ്വൈസർ ആയിരിക്കും. എന്ത് ഉപദേശമാണ് ഈ ഓൺ ക്യാമറ കൊടുക്കാനുള്ളത്? ശാരദാ മുരളീധരൻ എന്ന ഓഫീസർ 34 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരാളാണ്. ആ പരിചയത്തിൻ്റെ ഒരു മൂർത്തമായിട്ടൊരു പോയിന്റാണിത്. അവിടെ ഞാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി, ശാരദയുടെ ശൈലി എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും വളരെ എംപത്തറ്റിക് ആയ ഒരാൾ, നന്നായിട്ട് ആഴത്തിൽ പഠിക്കുന്ന ഒരാൾ, ഏറ്റവും താഴേക്കിടയിലുള്ളവർക്കും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരുടെയും കാര്യങ്ങൾ ആദ്യം ആലോചിക്കുന്ന ഒരാൾ. ഇങ്ങനെ ഒരാൾക്ക് ചീഫ് സെക്രട്ടറിയുടെ റോളിൽ ഷൈൻ ചെയ്യാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സമയം കുറവും ഉത്തരവാദിത്തങ്ങൾ കൂടുതലുമാണ്. അങ്ങനെ ഒരു സാഹചര്യം പലപ്പോഴും സെക്രട്ടറി ആകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. പല ആൾക്കാർക്കും ഒരു ഡിമാൻഡ് ഉണ്ടാവും നമ്മുടെ സമയത്തിൻ്റെ മുകളിൽ. അങ്ങനെയാണ് ഞാൻ ഈ മീറ്റിങ്ങുകൾ ചെറുതാക്കുന്നതും ചർച്ചകൾ ചെറുതാക്കുന്നതൊക്കെ. കാരണം കുറെ കൂടി വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതിനുള്ള നേരം ഉണ്ടാവില്ല. അപ്പം അത് ശാരദയ്ക്ക് ഒന്ന് റീഓറിയൻറ്റ് ചെയ്യേണ്ടി വരും. ശാരദ സാധാരണ വൈകിയിരുന്ന് നന്നായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ ഒരു 100 കാര്യങ്ങൾ അതേ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും തോന്നുന്നു.
ഈ സർവീസ് കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് തന്നെ നിങ്ങൾ പരസ്പരം വീട്ടിൽ ഡിസ്കസ് ചെയ്യുമായിരുന്നോ? അങ്ങനെയാണോ? അങ്ങനെ ഒരു രീതിയാണോ ഉള്ളത്? ഞങ്ങൾ ഓർമ്മയുള്ള കാലം മുതൽ ചർച്ച ചെയ്യുമായിരുന്നു. സർവീസിൽ കയറി ഞങ്ങൾ അക്കാഡമിയിൽ പരിശീലനത്തിലിരിക്കുന്ന സമയം അപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പുതിയ ആശയങ്ങൾ വരുമ്പോഴത്തേക്കും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ എല്ലാവരെയും പറ്റി ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമാന മനസ്കരാണ് എന്ന് പറയാൻ പറ്റുമോ? അതോ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുന്ന ഏർപ്പാടൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലും ആശയപരമായ അങ്ങനെയൊക്കെ? കൂടുതൽ കാര്യങ്ങളിലും ഒരേപോലെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോറായിട്ടുള്ള ഇഷ്യൂസിൽ ഒന്നും തന്നെ കോൺഫ്ലിക്റ്റ് ഇല്ല. പക്ഷെ വഴക്കുകൾ ധാരാളം ഉണ്ടാവും. അത് പക്ഷേ എൻ്റെ ഒരു എനിക്ക് ക്ഷമ കുറവാണ്, ഞാൻ എടുത്തു ചാടും. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പലപ്പോഴും ശാരദയെ ഹേർട്ട് ചെയ്യുന്നത് പോലെ സംസാരിച്ചു വരും. അങ്ങനെയൊക്കെ എൻ്റെ വായിൽ നിന്ന് വരാറുണ്ട്. മസൂറിയിലേക്കുള്ള ആ ട്രെയിൻ യാത്രയിൽ തുടങ്ങിയ ബന്ധമാണിത്. അതാണിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കാണുമ്പോൾ ഭയങ്കര കാൽപ്പനികമായി തോന്നും. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? ഫസ്റ്റ് സൈറ്റ് ഒന്നുമല്ല, അല്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷേ അത് അദ്ദേഹം കൂടി പറയട്ടെ. ലവ് അറ്റ് ഒരു 24 മണിക്കൂർ 48 മണിക്കൂർ എന്നൊക്കെ പോകുമ്പോഴത്തേക്കും വളരെ ഇന്റൻസ് ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പരിചയപ്പെടാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയല്ലോ. അപ്പൊ അതിൻ്റെ അകത്തോടു കൂടി കയറി വന്നതാണ്. ആ യാത്രയിൽ തന്നെ തീരുമാനിച്ചോ ഇതാണ് എന്റെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചായിരുന്നു? എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരുപക്ഷെ മനസ്സിൽ അതിന്റെ അതിന്റെ വിത്തുവായി കഴിഞ്ഞിരുന്നു. അത് കാരണം ഒരാളെ കൂടുതൽ അറിഞ്ഞേ പറ്റൂ എന്ന് മനസ്സിൽ ഒരു തോന്നൽ വരണമെങ്കിൽ അതിനർത്ഥം ആഴത്തിൽ തന്നെ ആ വ്യക്തി എത്തിയെന്നല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മസൂറിൽ എത്തിക്കഴിഞ്ഞിട്ടും ചുറ്റും 100 കണക്കിന് പുതിയ പരിചയങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്യോന്യം കണ്ടാൽ മതി. കൂടുതൽ സംസാരിക്കാനുണ്ട്, അന്യോന്യം പറയാൻ കുറെ കൂടെ കഥകളുണ്ട്. അതൊരു ഇൻഡിക്കേഷൻ തന്നെയാണ്. പിന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു തീരുമാനമായി. ആരാ പ്രപ്പോസ് ചെയ്തേ? നിങ്ങളുടെ ഒരു പ്രണയത്തെ കുറിച്ച് ഓർക്കുമ്പം എന്തെങ്കിലും പാട്ട്, സിനിമ അങ്ങനെയൊക്കെ ഓർക്കാനുണ്ടാവോ? അതോ ഫുൾ ഈ സർവീസ് കാര്യങ്ങൾ തന്നെയായിരുന്നോ? ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പ്രണയമായിരുന്നോ? അതോ അതിനകത്തേക്ക് സാഹിത്യവും സിനിമയും ഒക്കെ ആ ചർച്ചകളിൽ വരുമായിരുന്നു? അപ്പൊ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തത് ഒരു സെൻസ് ഓഫ് ദി റിഡിക്കുലസ്. അപ്പൊ അതും തമ്മിൽ ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ വലിയൊരു ഇന്റലക്ച്വൽ തലത്തിലുള്ള ബന്ധം മാത്രമല്ല, നമ്മള് ഇപ്പൊ എന്തെല്ലാമാണ് കഥകൾ ഇഷ്ടപ്പെടുന്നത്, എന്തൊക്കെയാണ് തമാശകൾ ഇഷ്ടപ്പെടുന്നത്, പാട്ടുകളുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം രാവിലെ സുബലക്ഷ്മിയുടെ പാട്ട് കേട്ട് ഇത് ഉണരുന്നത് അതും കൂടി ചൊല്ലി ഞങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചില ഇംഗ്ലീഷ് പാട്ടുകളും, പിന്നെ മലയാളത്തില് ഇദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ഞങ്ങളുടെ പാട്ടായിട്ട് ഞങ്ങൾ കരുതിയിരുന്നത് ഒരു പുഷ്പം മാത്രം. നിങ്ങളുടെ ഒരു പ്രണയത്തിന്റെ തീം സോങ് അതായിരുന്നു അല്ലേ? ഒരു പുഷ്പമായിരിക്കും. ഒരു പുഷ്പം. കാരണം ഞങ്ങൾ ആ തുടക്കത്തിൽ ഞങ്ങൾ രണ്ടിടത്തായിരുന്നു. ഒരു പുഷ്പം മാത്രം പൂങ്കിലയിൽ നിർത്താം ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ? പാടുവോ നിങ്ങള്? പണ്ട് പാടും, എനിക്ക് ശബ്ദം പോയി. സാർ ഇപ്പോഴും പാടും. ആണല്ലേ? ഒരു ഓണമൊക്കെ ആവുമ്പോ ഒരു പാട്ടൊക്കെ ആകാം, ആരും ഒന്നും പറയില്ല. ചെറിയ ഇടർച്ചയെന്ന് വന്നാലോ. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആക്റ്റീവാണ് സാർ എന്ന് തോന്നുന്നു. മാഡം അങ്ങനെയാണോ? അതോ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വേറൊരു തരത്തിൽ ആളുകളുമായി കണക്ട് ചെയ്യാൻ എങ്ങനെയാണ് അത്? ഞങ്ങളുടെ സ്വഭാവങ്ങളിലെ വ്യത്യാസം അവിടെയും കാണാനുണ്ട്. കാരണം സാറ് പറഞ്ഞല്ലോ, എല്ലാം വളരെ കാച്ചിക്കുറുക്കി ചെറിയ കാര്യങ്ങൾ പറയാനായിട്ട് മിടുക്കനാണ് സാർ. അപ്പൊ അത് സോഷ്യൽ മീഡിയക്ക് ചേർന്ന ഒരു സ്വഭാവമാണ്. എനിക്കാണെങ്കിൽ എല്ലാം വിശദമായിട്ട് ഇങ്ങോട്ട് പറയണം. അപ്പൊ അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ വളരെ ചെറിയ ഒരു മെമ്മറിയും സ്റ്റേയിങ് കപ്പാസിറ്റിയും മാത്രം ഉള്ളപ്പോൾ അങ്ങനെ നീട്ടിപ്പറിച്ച് എഴുതുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനുള്ള കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഞാനൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് അപ്പൊ തന്നെ ആക്സെപ്റ്റ് ചെയ്തു. അതിലൊക്കെ ഞാനാ മോശം. ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളപ്പോഴേ ഈ ഓരോ ആവശ്യങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്ത് അതാ ചീഫ് സെക്രട്ടറി ആയി എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? 100 കണക്കിന്. ഞാൻ റിട്ടയർ ചെയ്യുന്ന ദിവസം വരെ വന്നു. ആണല്ലേ? റിട്ടയർ ചെയ്യുന്ന സമയത്തിന് റിട്ടയർമെന്റിന്റെ ആശംസകൾ വിഷ് ചെയ്യാനാണ് വിളിച്ചതെന്ന് വിചാരിച്ചു. ഒരു പോകുന്നതിന് മുൻപ് എന്റെ ഒരു കേസും ഒന്ന് ശരിയായി തന്നിട്ട് പോകണം. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു മോശപ്പെട്ട കാലം കടന്നുപോയിട്ട് ഏതാണ്ട്
1 വർഷം ആയില്ല എന്ന് തോന്നുന്നു. 1.5 വർഷം. 1.5 വർഷം. അതിനെ ആ സ്റ്റേജിനെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ഒരു വലിയ റോഡ് ആക്സിഡന്റ്, നമുക്ക് ശരിക്കും ആ വാഹനം കണ്ടാൽ ഞെട്ടിപ്പോകുന്ന വിധത്തിലുള്ള ഒരു റോഡ് ആക്സിഡന്റ് ആയിരുന്നു. ഒന്ന് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അതുകൊണ്ട് ആക്സിഡന്റ് നേരിൽ ഒരു കോൺഷ്യസ് മൈൻഡോടുകൂടി ഞങ്ങൾ ആക്സിഡന്റ് അനുഭവിച്ചില്ല. ആ ഒരു ട്രോമ ഇല്ല അതുകൊണ്ട് അല്ലേ? അതിന്റെ ട്രോമ അൺകോൺഷ്യസ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഞെട്ടുക, ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഞെട്ടുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ അങ്ങനത്തെ ഒരു ട്രോമ നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ തന്നെ ഒരു വലിയൊരു ഒരു പ്രൊട്ടക്റ്റീവ് കവചമായിട്ട് തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. വീട്ടിൽ നിറയെ തമാശകൾ പറഞ്ഞിട്ട് ദുഃഖിക്കാനും ഇത് വിഷമിക്കാനും ഒന്നും ആരും സമയവും അവസരവും തന്നില്ല. ഭയങ്കരമായിട്ട് ആഹാരമൊക്കെ തന്ന് ഞങ്ങള് നന്നായിട്ട് പോറ്റി. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും, പാവം സാറിന് ഒന്നും കഴിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് പറ്റിലൊക്കെ പോയി, അതുകൊണ്ട് സംസാരിക്കാൻ പിന്നെ പറ്റാത്തതിനെ കളിയാക്കി. അപ്പൊ അങ്ങനെ പല്ല് പോയതിനെ തന്നെ മിണ്ടാൻ പറ്റുന്നില്ല, കുഞ്ഞു വാവ പോലെയാണ് സംസാരിക്കാൻ പറ്റില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത് സിമ്പതിയൊന്നുമില്ല, സിമ്പതിക്ക് പകരം കളിയാക്കലാണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫിയും കൂടിയാണ്. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മൾ പിന്നെ അതിന്റെ ബാക്കിയല്ലേ രക്ഷപ്പെട്ടില്ലേ? ഫസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും അല്ല. നമ്മൾക്ക് അത് വന്നു, ശരി, ഇനി അടുത്ത് ഇതിൽ നിന്ന് കരകയറുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ വേദനകളെ കുറിച്ച് മാത്രം ആലോചിച്ചിരുന്നാല് മറ്റൊന്നും നടക്കില്ല. മറിച്ച് നമ്മള് രക്ഷപ്പെട്ടു, നമ്മൾക്ക് നഷ്ടപ്പെടാതിരുന്നത് എന്തൊക്കെയാണ് എന്നാലോചിക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ, ഈ വേദനയ്ക്കൊക്കെ അപ്പുറത്ത് നമുക്ക് ചിരിക്കാൻ പറ്റും. വലിയ സന്തോഷമാണ് നമുക്ക്. ഞങ്ങളൊന്നും ഇവിടെ ഇരിക്കാൻ പാടില്ലാത്തവരല്ലേ? ഇന്നിപ്പം ലക്ഷ്മിയുടെ മുന്നിലിരുന്ന് സംസാരിക്കല്ലേ ഞങ്ങൾ രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് ചീഫ് സെക്രട്ടറി ആയില്ലേ? അതെ, വലിയ ചരിത്രത്തിന്റെ ഭാഗമായി നിങ്ങൾ രണ്ടുപേരും. അപ്പോ അതിനുശേഷം ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനെ കുറിച്ചൊക്കെ എഴുതി കണ്ടു. കേരളത്തിലെ റോഡുകളിൽ ആക്സിഡന്റ് മരണങ്ങൾ വളരെ കൂടുതലാണ്. ഒരുപക്ഷെ രോഗം പിടിച്ച് മരിക്കണേക്കാളും പ്രകൃതി ദുരന്തത്തിൽ മരിക്കണേക്കാളും ഒക്കെ കൂടുതലല്ലേ റോഡുകളിലാണ് ആളുകളുടെ ജീവൻ പൊലിയുന്നത്. ഇതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയിട്ടുണ്ടോ? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് ആളുകളോട്? ഈ ചോദ്യം ഒന്ന് ലക്ഷ്മി ചോദിച്ച് കേൾക്കണം എന്നായിരുന്നു എനിക്ക്. കാരണം ഇന്ന് നല്ലൊരു ദിവസമാണ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു സന്ദേശം നമുക്ക് ഈ ഇന്റർവ്യൂയിലൂടെ കൊടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം കേരളം പോലത്തെ പരിഷ്കൃത സമൂഹം, നമ്മൾ പറയാറുണ്ട് വിദ്യാഭ്യാസമുണ്ട്, എല്ലാവർക്കും നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് നമുക്കറിയാം, എല്ലാം അറിയാം. ഇവിടെ ഒരാൾ പോലും അശ്രദ്ധ കൊണ്ട് റോഡിൽ മരിക്കാൻ പാടില്ലല്ലോ. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, അതായത് ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ എല്ലാ തരത്തിൽ. ഒരു ടയർ പൊട്ടി, ആക്ട് ഓഫ് ഗോഡ്. പക്ഷെ നമ്മൾ ബെൽറ്റ് ധരിക്കാത്തത് കൊണ്ടും, നമ്മൾ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചത് കൊണ്ടും, നമ്മൾ ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ടും ഒരു അപകടം സംഭവിക്കാൻ പാടില്ലാത്ത സമൂഹമാണ് നമ്മൾ. കാരണം അറിവില്ലാത്തത് കൊണ്ടല്ലല്ലോ ചെയ്യുന്നത്. അറിവുള്ളപ്പോൾ ഇതെനിക്ക് സംഭവിക്കില്ല എന്ന യുക്തിരഹിതമായ ഒരു അറഗൻസ് മലയാളികൾക്ക് പലർക്കും ഇല്ലേ? അത് രണ്ട് ഫോൾസ് സെക്യൂരിറ്റി മാത്രമല്ല, അതൊരു എന്തോ ഒരു അരഗൻസ് പോലെയാണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് സംഭവിക്കില്ല. മാത്രമല്ല, സീറ്റ് ബെൽറ്റ് ഇപ്പൊ നമ്മള് ഫ്രണ്ടിൽ ഇരുന്നാലും സീറ്റ് ബെൽറ്റ് ഇടും, ബാക്കിലിരുന്നാൽ ഇടില്ല. ബാക്കില് ഫ്രണ്ടിൽ ഒന്നില്ലെങ്കിലും നമുക്ക് ഇത് വരും, എയർ ബാഗ് കടന്നു വരും. ബാക്കിലൊന്നും വരില്ല, ആ സീറ്റ് ബെൽറ്റ് മാത്രമായിരിക്കും നമ്മൾ രക്ഷപ്പെടുത്തുക. ഞങ്ങൾ രണ്ടുപേരുടെയും ജീവൻ ബാക്കിയുള്ളത് ഞങ്ങൾ പിന്നിലിരുന്നിട്ട് പോലും ബെൽറ്റ് ഇട്ടു എന്നുള്ളത് കൊണ്ടാണ്. അത് പൂർണ്ണമായിട്ട് ഞാൻ അതിന്റെ വള്ളി ശരിക്കിട്ടിട്ടില്ല, അതുകൊണ്ട് പല്ലുപോയി. ശാരദ വള്ളിയൊക്കെ ശരിക്കും കൃത്യമായ ബെൽറ്റ് ധരിച്ച ശാരദയ്ക്ക് 6 ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു ഇപ്പം ഈ ഇമ്പാക്ട് കൂടുതൽ വന്നത് എനിക്കാണ്. പക്ഷെ എൻ്റെ സീറ്റ് ബെൽറ്റിന്റെ ബേൺ ഇഞ്ചറിയും ഉൾപ്പെടെ ഇപ്പം ഫ്രാക്ചേഴ്സ് ഒക്കെ വരുന്നത് ആ സീറ്റ് ബെൽറ്റിന്റെ ആ മുറുക്കൽ കൊണ്ടാണ്. പക്ഷെ ആ മുറുക്കൽ വെച്ചിട്ട് ഫ്രാക്ചർ ഉണ്ടായെങ്കിലും ജീവൻ രക്ഷിച്ചില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നിർബന്ധമല്ല അല്ലേ? അതാണ്, നിർബന്ധമാണോ എന്നുള്ളത് നമ്മുടെ ജീവിതം സെക്യൂർ ആക്കേണ്ടത് നമ്മുടെ ആവശ്യമില്ലേ? അതായത് നിയമത്തിലുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണോ? അപ്പൊ നിയമത്തിലുള്ളത് 1. 2, അതിന് പുറമെ നമ്മുടെ വണ്ടികൾക്കെല്ലാം ഈ ഫീച്ചർ ഇപ്പൊ ഉണ്ട്. നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, കുട്ടികൾ അവരിയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താ? ബെൽറ്റ് ഇടും. ഇതുപോലെ തന്നെയാണ് ഹെൽമെറ്റ്. 3ാമത് മദ്യപിച്ച് വണ്ടി ഓടിക്കുക. ഇതൊന്നും കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ അല്ലേ? നമ്മുടെ റോഡുകളിലെ മരണത്തിന്റെ നിരക്ക് നോക്കിയാൽ അതിൽ ഭൂരിപക്ഷവും ഇതർ അശ്രദ്ധ അല്ലെങ്കിൽ മദ്യപാനം. ഈ 2 കാര്യങ്ങളും അവോയ്ഡബിൾ അല്ലേ?
അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? അന്ന് ഞങ്ങളുടെ ഡ്രൈവർക്ക് ഒരു 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 സെക്കൻഡിന്റെ ശ്രദ്ധക്കുറവ് സംഭവിച്ചു. മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ റിലയബിൾ ആയിട്ടുള്ള ഡ്രൈവറാണ്. വളരെ കൃത്യമായിട്ട് റെസ്റ്റ് എടുത്ത് ഉത്തരവാദിത്തോടെ കാർ ഓടിക്കുന്ന അങ്ങനെയുള്ള ഒരു ഡ്രൈവർക്ക് പോലും ഒരു അരനിമിഷത്തെ അശ്രദ്ധ കാരണം ക്ഷീണം വലിയ 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 പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ എല്ലാവർക്കും? ഈ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലത്തെ ചർച്ചകളൊക്കെ കണ്ടിട്ടാണോ? രണ്ട് മക്കളും ഈ വഴിക്കൊന്നും വന്നില്ല. ഒരാൾ ഡാൻസ് കളിക്കാനും തീരുമാനിച്ചു, ഒരാൾ കാർട്ടൂൺ വരയ്ക്കാനും. ഭയങ്കര ലൈറ്റും സന്തോഷമുള്ള കാര്യങ്ങൾ, കേൾക്കുമ്പോ തന്നെ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അത് നിങ്ങളുടെ ചർച്ചകൾ കേട്ടിട്ടാണോ അതോ വേണ്ടാന്ന് വെച്ചിട്ടാണോ? അല്ല, കുട്ടികൾക്ക് രണ്ടുപേരും പൊളിറ്റിക്കലി വളരെ അവെയറും കോൺഷ്യസും വലിയ അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ അതേസമയം ഞങ്ങൾ രണ്ടുപേർക്കും, ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചത്, വേണു മെഡിസിൻ ആണ് ചെയ്തതെങ്കിലും നാടകത്തിലും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പം കലയും വാസനയും കലാവാസനയും ഒക്കെ വീട്ടിൻ്റെ അകത്ത് കുട്ടികൾക്ക് ഒരു വലിയ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു താല്പര്യമുള്ളതൊക്കെ തന്നെ നല്ല പ്രചോദനവും പ്രോത്സാഹനവും വീട്ടിൽ ലഭിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുത. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആയിരുന്നു ഉറപ്പായിട്ടും. ഞാൻ ശാരദ എനിക്ക് തരിക ചെയ്തത്. എന്താണ് റിട്ടയർമെന്റ് പ്ലാൻ? എന്താണ്? അതോ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചോ? അതാണ്. മനസ്സുകൊണ്ട് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഔദ്യോഗിക ജീവിതം കഴിഞ്ഞു. ഇനി സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗം വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലുള്ള ഒരു താല്പര്യം. അതേസമയം സർക്കാരിന് പുറത്തുള്ള ധാരാളം അവന്യൂസ് ഉണ്ട്. എനിക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഏത് രീതിയിലാണ് അതുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ പറയാനായിട്ടില്ല. ഇപ്പൊ നല്ല ഉറക്കമാണ്. രാവിലെ ഞാൻ കാണുമ്പോ ഉറക്കമാണ്, ഉച്ചയ്ക്ക് വരുമ്പോ ഉറക്കമാണ്, വൈകുന്നേരം വരുമ്പോ ഉറക്കമാണ്. ഒരു 10-30 വർഷത്തെ ഉറക്കം തീർക്കാനുണ്ടെന്ന്. ഇപ്പൊ ഞാൻ ആദ്യത്തെ ഒരാഴ്ചത്തേക്ക് ഞാൻ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, കുറേ അധികം റെസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാന്ന് വിചാരിച്ചു. ചീഫ് സെക്രട്ടറി ആയപ്പോ കേരളത്തിന്റെ ഒരു വെല്ലുവിളിയായിട്ട് എന്താണ് തോന്നുന്നത്? അത് ഇനി സാമ്പത്തിക ഞെരുക്കമാണോ, അതോ കാലാവസ്ഥാ വ്യതിയാനമാണോ, വേസ്റ്റ് ആണോ? എന്താണ് കേരളത്തിന്റെ ഒരു വെല്ലുവിളിയായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട, കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഫീൽ ചെയ്യുന്നത് എന്താണ്? അല്ല, ഇതെല്ലാം തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നം. ഇപ്പം നമ്മുടെ ഈ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നമാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന് വളരെ വൾണറബിൾ ആയിട്ടുള്ള സംസ്ഥാനമാണ്. ഷോർ ലൈനിൽ ഫ്ലഡ്സിന്റെ കാര്യത്തിലാണെങ്കിലും, ലാൻഡ് സ്ലൈഡിന്റെ കാര്യത്തിലാണെങ്കിലും, എക്സ്ട്രീം ഇവന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും, വേനൽക്കാലത്തിലാണെങ്കിലും നമുക്ക് വെള്ളം ലഭ്യത, അപ്പം ഇങ്ങനെ ഓരോ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആൻഡ് നമ്മുടെ ഒരു ലൈഫ് ആസ് വി നോ ഇറ്റ് അതിന് മുഴുവനും താറുമാറാക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ആ വിഷയം പരിഹരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികം കൂടി വേണം. അതില്ലാതെ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പ്രത്യേകിച്ചും നമ്മളായിട്ട് ഇപ്പം മാലിന്യം കൃത്യമായിട്ട് സംസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ ഈ വ്യതിയാനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇത് നമ്മുടെ ഒരു ഹെൽത്ത് എമർജൻസിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ രക്തത്തിൽ കടന്നു പോകുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണും. ഇതിനുള്ള സാമ്പത്തികം നമുക്കുണ്ടെങ്കിൽ ഇതിൻ്റെ പരിഹാരം നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താനും പറ്റില്ല. ഇത് മൂന്നും അങ്ങനെ വേർതിരിച്ച് കാണാനായിട്ട് പറ്റില്ല. ഇപ്പോൾ വയനാട് തുരങ്കപാത തന്നെ, അതൊരു രാഷ്ട്രീയ കക്ഷികളും എതിർത്തിട്ടില്ല. അതുമായി സർക്കാർ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം. നമ്മൾ ഈ വികസന പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ വയനാട് ദുരന്തത്തെയൊക്കെ മുൻനിർത്തിയിട്ട് ഒരു പുനരാലോചന വേണം എന്ന് തോന്നിയിട്ടുണ്ട്. ഈ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗം തന്നെ അത്തരത്തിലുള്ള ഒരു ആശയം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഓരോ പ്രവർത്തനം നമ്മൾ നടത്തുമ്പോൾ, ഒരു റോഡ് പണിയുമ്പോൾ അതിൻ്റെ ക്ലൈമറ്റ് ഇമ്പാക്റ്റ് എന്താ? അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ? രണ്ടുമാകാം. ഒരു ഭാഗത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ നാച്ചുറൽ വാട്ടർ ഫ്ലോവിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. മറുഭാഗത്ത് ഒരു വൾണറബിൾ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ ഷെൽട്ടറിലോട്ടുള്ള ആക്സസ് കൊണ്ടുവരുമ്പോൾ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പം ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ എന്താണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നറിഞ്ഞുകൊണ്ട് അത് അസസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രൂപരേഖയും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ചീഫ് സെക്രട്ടറി പദവി ഏറ്റെടുത്തതിന് ശേഷം നടന്ന അഭിമുഖങ്ങളിൽ ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള വികസന പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുന്നത് കേട്ടു. ചീഫ് സെക്രട്ടറി എന്ന കസേരയിൽ ഇരുന്ന് നോക്കുമ്പോൾ 5ാമത്തെ ആളാണല്ലേ വനിതാ ചീഫ് സെക്രട്ടറി ആയിട്ട്. കേരളം എത്രത്തോളം ജെൻഡർ സെൻസിറ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ട്? സ്ത്രീ സമത്വത്തിന്റെ കാര്യത്തിൽ കേരളം ആ ഗ്രാഫിൽ എവിടെ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്? ചില കാര്യങ്ങളിലൊക്കെ കേരളം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ കുറെ കാര്യങ്ങളിൽ ധാരാളം ഇനി മുന്നോട്ട് പോകാനുണ്ട് താനും. ഇപ്പൊ കേരളത്തില് സ്ത്രീകളുടെ സമത്വം ഇപ്പം സാമ്പത്തികമായിട്ടുള്ള സമത്വം ഉണ്ടായിട്ടുണ്ടോ? പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ സമത്വം ഉണ്ടായിട്ടുണ്ടോ? പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. ശബ്ദത്തിൽ വോയിസ് നമുക്ക് പൊളിറ്റിക്കലി ആയിട്ടുള്ള റെലവൻസിൽ നമുക്ക് സമത്വം ഉണ്ടായി വന്നിട്ടുണ്ടോ? അത് പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാറായിട്ടില്ല. ഇപ്പോൾ കുടുംബശ്രീയുടെ കാര്യം തന്നെ എടുക്കുക. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലായിരുന്നപ്പോഴത്തെ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പക്ഷേ ഇതേ സ്ത്രീകൾ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് ഗ്രാമസഭയിലോട്ട് കടന്നു വന്നപ്പോഴത്തേക്കും, ഗ്രാമസഭയിൽ നിന്ന് പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ അകത്ത് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് കടന്നു വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ടുള്ള ഒരു കെൽപ്പ് കാണിക്കുമ്പോഴത്തേക്കും സംഗതി മുഴുവനും മാറി. ഇപ്പൊ സ്ത്രീകൾക്കും ശബ്ദമുണ്ടെന്നും അവർക്കും ചില അഭിപ്രായങ്ങളുണ്ടെന്നും ആ അഭിപ്രായങ്ങൾ ഒരു പക്ഷേ ഒരു പുരുഷന്റെ അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കണം എന്ന് നിർബന്ധമില്ല എന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു വേളയിൽ നിൽക്കുകയാണ് ഇന്ന് കേരള സമൂഹം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നത്. അതിന്റെ കണ്ടന്റ് എന്താണ് തോന്നിയത് അത് കേട്ടപ്പോൾ? ഹേമ കമ്മിറ്റി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഹേമ കമ്മിറ്റി ഇത് സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്തും പ്രധാനമായിട്ടും നമ്മൾ അസംഘടിത മേഖലയിലായാൽ, പ്രത്യേകിച്ചും അസംഘടിത മേഖലയിലും കൂടി ആകുമ്പോഴത്തേക്കും ഈ അരക്ഷിതത്വം ഒരു വല്ലാത്തൊരു വിഷയം തന്നെയാണ്. ഒന്ന്, അത് ഫോർമലൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. രണ്ട്, ഫോർമലായിട്ട് നമ്മളിത് കൊണ്ടുവന്നിരുന്നാൽ പോലും പലപ്പോഴും ഹാരസ്മെന്റ് പോലെയുള്ള വിഷയങ്ങൾ ഒരു സാമൂഹികമായിട്ടുള്ള നമുക്കൊരു ഒരു പകച്ചു നിൽക്കുന്നത് കൊണ്ടും തന്നെ അതിന് എവിഡൻസ് പറയാൻ പറ്റില്ല. ഇപ്പം ഇതുമായിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഞാനിത് എഗൈൻ കുടുംബശ്രീയിലും ധാരാളം കണ്ടിട്ടുള്ളതാണ്. നല്ല ശബ്ദം ആർജിച്ച് പയറ്റാൻ റെഡിയായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ആദ്യം നമ്മളിത് അവരുടെ സ്വഭാവത്തെയും അവരൊരു മോറലൈസിങ്, വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ വ്യക്തിഹത്യ പേടിച്ചുകൊണ്ട് തന്നെ പലർക്കും മുന്നോട്ട് വരാനും ഇതെടുക്കാൻ പറ്റില്ല. വ്യക്തിഹത്യ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ വഴക്കടിച്ച് നമ്മൾ ഒരു ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടാത്ത ഇടം കൂട്ടത്തോട് നിൽക്കുമ്പോഴത്തേക്ക് കിട്ടുന്നതാകുമ്പോഴത്തേക്കും ആ കൂട്ടത്തിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വ്യക്തിഹത്യയുടെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ സാമൂഹികമായിട്ടുള്ള നിലവാരത്തിൻ്റെ പ്രശ്നം വരുന്നു. അതിൻ്റെ പിന്നാലെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഭദ്രതയുടെ പ്രശ്നം വരുന്നു. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്ന് ചിന്തിച്ചു പോകുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് പെട്ടെന്ന് നമുക്ക് അതിന് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പയറ്റിക്കൊണ്ടിരിക്കണം. കാരണം ഓരോ ചെറിയ ചെറിയ നേട്ടവും ഒരു വലിയ സ്റ്റെപ്പാണ്. എപ്പോഴും എല്ലാ മേഖലയിലും അതുണ്ട്. ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പം എല്ലാ മേഖലയിലും ഉണ്ട്. മാധ്യമ മേഖലയിലായാലുണ്ട് ഒക്കെ സ്ത്രീകൾ ഒരു അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന വാസ്തവമാണ്. പക്ഷേ എങ്കിലും ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ സിനിമാ മേഖലയിൽ അത് കൂടുതലാണോ എന്ന ഒരു ചോദ്യം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഇല്ലേ? അതൊരു അസംഘടിത മേഖല ആയതുകൊണ്ട് തന്നെ അതൊരു വേറൊരു യൂണിവേഴ്സായി നിൽക്കുന്നത് പോലെ തോന്നി. ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. അത് എനിക്ക് ഉറപ്പിച്ചത് പറയാൻ പറ്റില്ല. കാരണം ഒന്ന്, നമ്മൾ ഏത് രീതിയിലുള്ള ഈ വർക്ക് സ്പേസ് ഒരു പേട്രിയാർക്കൽ ആയിട്ടാണെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ആധിപത്യം പുലർത്താൻ പറ്റുന്ന ഒരു സ്പേസ്, അങ്ങനെ ആധിപത്യം പുലർത്താൻ പറ്റുന്നതാണെങ്കിൽ അത് പുലർത്തിയിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങൾ ഇതിൻ്റെ അകത്ത് എന്റർടൈൻമെന്റിന്റെ അകത്ത് മാത്രമല്ല ഉള്ളത്. എന്ത് പറയുമ്പോഴും കുടുംബശ്രീയാണ് ആദ്യം കയറി വരുന്നത്. ആ കാലമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തത് ആ കാലത്താണോ? ഒരു വർക്കിൽ ഒരു
അർത്ഥവത്തായിട്ടുള്ളൊരു വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ടാക്കിയ ഒരു സമയമാണ്. പക്ഷേ ആ 6 വർഷം സന്തോഷത്തോടു കൂടിയാണോ വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല. ഒരിക്കലും ആയിരുന്നില്ല. അല്ലേ? അതെന്താ? വളരെ സ്ട്രെസ് ഉള്ള ഒരു സമയമാണ്. കാരണം പലരും മനസ്സിലാക്കാത്തതാണ്, ഈ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി അവരുടെ ശബ്ദം അവർ തിരിച്ചറിയുക, അവർ തിരിച്ചറിയുന്ന ശബ്ദത്തിനെ ഉൾക്കൊള്ളാനായിട്ട് മറ്റുള്ളവർ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അധികാര കേന്ദ്രങ്ങൾ, ഇപ്പൊ സർക്കാർ ഉൾപ്പെടെ കുടുംബശ്രീ മിഷൻ ഉൾപ്പെടെ ഉള്ള അധികാര കേന്ദ്രങ്ങൾ അത് ഉൾക്കൊള്ളാൻ വേണ്ടി ഇപ്പം അത് സജ്ജമാക്കുക. പിന്നെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തുക ചെറിയ കാര്യമൊന്നുമല്ല. ഇത് ഒരു ഡെയിലി മനുഷ്യന് ഭയങ്കര ടെൻഷനും സങ്കടവും മാനസിക സംഘർഷവും ഉണ്ടാക്കുന്നതാണ്. ആ സംഘർഷം എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവനും അനുഭവിച്ചിട്ടുണ്ട്. ആണോ? ആ പീരീഡ് സ്ട്രഗിളിന്റെ പീരീഡ് തന്നെയാണ് ശാരദ. സ്വാഭാവികമായിട്ടും വീട്ടിലേക്കൊക്കെ അത് വരുമല്ലോ. അതെല്ലാം വന്ന് ഷെയർ ചെയ്യുമായിരുന്നു. ഷെയർ ചെയ്യല്ലേ, എൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. വലിയ ദേഷ്യക്കാരിയായി മാറിയോ? അതായത് എടുത്ത ജോലിയുടെ ആ വലിപ്പം ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കി. അതിന്റെ പ്രയാസങ്ങൾ, എത്രത്തോളം ബുദ്ധിമുട്ടുകൾ മാനസികമായി അനുഭവിക്കുന്നു എന്നുള്ളത് കൊച്ചു കുട്ടികളായിരുന്നു ഞങ്ങളുടെ, അവർക്ക് വരെ അത് അറിയാമായിരുന്നു. അതിനെന്തെങ്കിലും അങ്ങനത്തെ ഒരു ഹേർഡിൽസ് എന്താണെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ എടുത്തു പറയാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ? ഇല്ല, പ്രശ്നങ്ങൾ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ, ദരിദ്രരായിട്ടുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ അത് വേസ്റ്റ് കളക്ടർ ആകാം, IT യൂണിറ്റ് ആകാം, തുണി കട നടത്തുന്നവരാകാം, കൃഷി ചെയ്യുന്നവരാകാം, തൊഴിലുറപ്പ് പദ്ധതിയിൽ നിൽക്കുന്നവരാകാം, ഇപ്പം ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാകാം. ഇങ്ങനെ ഓരോ മേഖലയിലും ഇവർക്ക് എല്ലാവർക്കും ആർക്കും തന്നെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. എന്തിന് ജനപ്രതിനിധികളാകാം, വനിതാ ജനപ്രതിനിധികളാകാം, എല്ലാവരും തന്നെ പല തരത്തിൽ അവർ ബുദ്ധിമുട്ടും സംഘർഷങ്ങളും ചാലഞ്ചസും ഒക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് ആ ധൈര്യം കൈവിടാതിരിക്കണം, അവർക്ക് വിശ്വാസം കൊടുക്കണം. അവർക്കിത് ചെയ്യാൻ സാധിക്കും, എത്താൻ സാധിക്കും, വളരാൻ സാധിക്കും, മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അവർ കാണുന്ന ദാരിദ്ര്യവും ചൂഷണവും ഒക്കെ ഉത്തരം കണ്ടെത്താനായിട്ടുള്ള അവർക്ക് സാധിക്കും എന്നുള്ളൊരു ഇത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് എത്ര നമ്മൾ അത് കൊടുത്തോണ്ടിരിക്കുന്ന ആളുടെ എത്രയാണ് തളർത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അവരുടെ ഓരോരുത്തരുടെയും പ്രതിസന്ധി ഹൃദയത്തിൽ എടുക്കുകയായിരുന്നു എന്നാണ് എനിക്കിത് കേട്ടപ്പോ മനസ്സിലാകുന്നത്. ഇപ്പോ കുടുംബശ്രീ ശരിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഒരു ലക്ഷ്യത്തിൽ നിന്ന് മാറി അത് സ്ത്രീ ശാക്തീകരണത്തിലേക്ക് കടന്നു. ഇനി അത് ഏത് മേഖലയിലേക്ക്, എങ്ങോട്ടേക്ക് വളരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? സ്ത്രീ ശാക്തീകരണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചെടുത്തിട്ടുണ്ട്, ഇനിയും കുറെ കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പം പ്രാദേശികമായിട്ട് ഉള്ള ഒരു ഇടം സ്ത്രീകൾക്ക് ധാരാളം സ്പേസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ഇടം പ്രാദേശികം മാത്രമായ പോരല്ലോ. ബാക്കി ഉദ്യോഗസ്ഥ സംവിധാനത്തിലാണെങ്കിലും പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണെങ്കിലും സാമൂഹിക സംവിധാനത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് ഇനിയും കുറെ മുന്നോട്ട് പോകേണ്ടതായിട്ട് തന്നെയുണ്ട്. ആൻഡ് അതിന്റെ ഒരു തുടക്കം കുറിക്കുന്ന, അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് കുടുംബശ്രീ മാറണം. ഫാഷന്റെ എഫ് പോലും അറിഞ്ഞൂടാന്നൊക്കെ ഏതോ ഇന്റർവ്യൂല് പറയുന്ന കേട്ടോ. അങ്ങനെയൊന്നല്ല, അടിപൊളിയായിട്ടാ ഡ്രസ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ്. അത് ഭയങ്കര സിമ്പിൾ ആയി ഡ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു പുരുഷൻ, വിവരമില്ലാത്തൊരു പുരുഷന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഞങ്ങള് കളിയാക്കിയായിരുന്നു. സ്ഥിരം മുണ്ടാണ് വേഷം തോന്നുന്നു അല്ലേ? മുണ്ട് ഇഷ്ടമാണ്, നമ്മുടെ കാലാവസ്ഥക്ക് ചേർന്ന്. ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്. അതായത് കോട്ടണിലെ മുണ്ടെടുക്കാൻ ഇതിനേക്കാൾ നല്ല കാലാവസ്ഥക്ക് പറ്റുന്ന സാധനമില്ലല്ലോ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു.